കേരള കോൺഗ്രസ് നിരവധിയുണ്ട്. നമുക്കറിയാം, വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ്. അത് പാർട്ടിയുടെ പ്രമുഖനായ KM മാണി തന്നെ പറഞ്ഞതുമാണ്. കേരള കോൺഗ്രസ് ഇല്ലാതെ ഒരു മുന്നണി ഇവിടെ ഭരിക്കാറുമില്ല. 2021 പിണറായി വിജയൻ ജോസ് കെ മാണി വിഭാഗത്തെ പിടിച്ചുകൊണ്ടുപോയതാണ്. ഇനി അതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവുമാണ് UDF-കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേരള കോൺഗ്രസിൽ പ്രബലമായ 2 വിഭാഗങ്ങളാണുള്ളത്. ഒന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം, മറ്റൊന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഇവർ രണ്ടുപേരുമാണ് പ്രബലരായിട്ടുള്ളവർ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒറ്റയാൾ പട്ടാളങ്ങളുണ്ട്. കേരള കോൺഗ്രസ് ജേക്കബ് ഉണ്ട്, കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ളയുണ്ട്, ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ട്, മാണി സി കാപ്പൻ്റെ കേരള കോൺഗ്രസ്, അങ്ങനെ പോകുന്നുണ്ട്. പടപട്ടാളങ്ങളായിട്ട് പോവുകയാണ്. ഈ കേരള കോൺഗ്രസ്സിലെ ജോസഫിനെയും KM മാണിയെയാണ് നമ്മൾ പെട്ടെന്ന് ഓർമ്മയിലെത്തുക. കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി, മലയോര മേഖലകളിൽ ധാരാളമുള്ളത്. ക്രൈസ്തവ വിഭാഗമാണ് ഈ കേരള കോൺഗ്രസിൽ കൂടുതലുമുള്ളത് എന്ന് വിചാരിച്ച് മറ്റ് മതസ്ഥരും ഇല്ലെന്നല്ല, ഉണ്ട്. ക്രൈസ്തവർക്കാണ് അതിനകത്ത് മുൻതൂക്കമുള്ളത്. ഇപ്പോൾ കേരള കോൺഗ്രസിൽ ജോസഫ് വിഭാഗത്തിൽ PJ ജോസഫ് തൊടുപുഴയിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചിരിക്കുന്നത്. PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. 87 വയസ്സ് അദ്ദേഹത്തിന് പിന്നിട്ടല്ലോ. ഇനി ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം ഇല്ല, മാറി നിൽക്കുകയാണ്. അദ്ദേഹം പിൻവാങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ അബു ജോൺ ജോസഫിനെ രംഗത്തിറക്കുകയാണ്. അബു ജോൺ ജോസഫ് ഏറെ നാളായിട്ട് രാഷ്ട്രീയ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ പലരുടെയും സംശയം, പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ? നമുക്കറിയാം, കേരള കോൺഗ്രസിനകത്തൊക്കെ ഒരു മക്കൾ രാഷ്ട്രീയം കളിയുണ്ട്. ഇപ്പോൾ ബാലകൃഷ്ണപിള്ള ഗണേഷ് കുമാറിനെ കൊണ്ടുവന്നു, TN ജേക്കബ് അനൂപ് ജേക്കബിനെ കൊണ്ടുവന്നു, KM മാണി ജോസ് കെ മാണിയെ കൊണ്ടുവന്നു. ജോസ് കെ മാണിയാണെങ്കിൽ സജീവമായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. TM ജേക്കബിൻ്റെ മകൻ അനൂപ് ജേക്കബ് പിറവത്ത് നിന്നാണ് ജയിച്ചിരിക്കുന്നത്. ഗണേഷ് കുമാർ പത്തനാപുരം മണ്ഡലത്തിൽ നിന്നാണ്. അങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ജനാധിപത്യ കേരള കോൺഗ്രസിൽ ആന്റണി രാജു തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ PJ ജോസഫ് അങ്ങനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിഞ്ഞാൽ ഈ തൊടുപുഴ മണ്ഡലം അബു ജോൺ ജോസഫിന് ഏൽപ്പിക്കും എന്നാണ് പാർട്ടിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. പാർട്ടിയിലെ മുതിർന്ന ആളെന്ന് പറയുന്നത് മോൻസ് ജോസഫാണ്. ഈ കേരള കോൺഗ്രസ് എത്ര പിളരുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയാൽ പോലും മോൻസ് ജോസഫ് എപ്പോഴും PJ ജോസഫിനോടൊപ്പം നിന്നിട്ടുണ്ട്. ഈ ഫ്രാൻസിസ് ജോർജ് ഇടയ്ക്ക് പിരിഞ്ഞുപോയി, ജനാധിപത്യ കേരള കോൺഗ്രസും ഒക്കെ ആയിട്ട് നിന്നു. പിന്നീട് ഇപ്പോൾ അദ്ദേഹം ഇടുക്കിയിൽ കോട്ടയത്ത് നിന്ന് ജയിച്ച് MP ആയിരിക്കുകയാണ്. മുമ്പ് അദ്ദേഹം നിയമസഭയിലൊക്കെ മത്സരിച്ചു, ജോസഫ് വിഭാഗത്തിൽ നിന്ന് അകന്ന് പരാജയപ്പെടുകയും ചെയ്തു. പക്ഷെ തിരിച്ച് ജോസഫ് വിഭാഗത്തിൽ വന്നു. പക്ഷെ മോൻസ് ജോസഫിനെ പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം PJ ജോസഫ് ഒഴിയുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ PJ ജോസഫ് ഒഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ KM മാണി ജോസ് കെ മാണിയെ ഏൽപ്പിച്ചതുപോലെ PJ ജോസഫ് അബു ജോൺ ജോസഫിനെ ഏൽപ്പിക്കുമോ? അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കറിയാം, മുമ്പ് ജോണി നെല്ലൂരൊക്കെ ഉണ്ടാക്കിയ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഈ നേതൃത്വത്തിലേക്ക് അബു വരുന്നതിൽ എതിർപ്പുണ്ട് എന്നുള്ളതാണ്. ചിലർ പറയുന്നുണ്ട് നേതൃത്വ സ്ഥാനത്തേക്ക് അബു വരില്ല, കാരണം മുതിർന്ന നേതാക്കൾ വേറെ ഉണ്ട്. ഇപ്പോൾ മോൻസ് ജോസഫിനെ പോലുള്ളവർ, ഫ്രാൻസിസ് ജോർജ്, അങ്ങനെ മറ്റ് നിരവധി പേർ നിൽക്കുകയാണ്. ഒരുപക്ഷെ അബു ജോസഫിന് തൊടുപുഴ തന്നെ കൊടുക്കുമായിരിക്കും. എന്നിട്ട് പാർട്ടിയുടെ ചെയർമാൻ PJ ജോസഫ് തന്നെ തുടരും. അങ്ങനെ വരുമ്പോൾ ഒരു പാർട്ടിക്കകത്തുള്ള മറ്റു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും. നേതൃത്വത്തിനെ
മക്കൾ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് കൊടുത്തു എന്നുള്ള ആ ഒരു പരാതി മാറ്റി നിർത്താം. പതുക്കെ തൊടുപുഴ കൊടുത്തുകൊണ്ട് തൊടുപുഴയിൽ നിന്ന് വിജയിപ്പിച്ച് പിന്നീട് പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനത്തേക്കൊക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ അബു ജോസഫിനെ ഇറക്കാൻ പറ്റിയ സമയം ഇതാണ് എന്ന് പി ജെ ജോസഫ് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇനി അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഇറക്കുന്നിടം വരെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ അത് നടക്കത്തില്ല. ഇതാണ് അതിൻ്റെ ഉത്തമമായ സമയം എന്ന് പി ജെ ജോസഫ് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് പി ജെ ജോസഫ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കേരള കോൺഗ്രസുകൾ എല്ലാവരും കൂടി ഒന്നിക്കണം എന്നൊരാഗ്രഹം അദ്ദേഹം മുമ്പ് പ്രകടിപ്പിച്ചു. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അബു ജോസഫിനൊക്കെ എവിടെ സ്ഥാനം കിട്ടുമെന്നുള്ളതും അറിയേണ്ടിയിരിക്കുന്നു. പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം എന്നുള്ളത് മാറ്റി തൊടുപുഴ കിട്ടും. കാരണം തൊടുപുഴ എന്ന് പറയുന്നത് പി ജെ ജോസഫ് ഏതാണ്ട് വർഷങ്ങളായിട്ട് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന മണ്ഡലമാണ്. അവിടെ അബു ജോസഫിനും അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് നിലനിർത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 MLA-മാരാണുള്ളത്. അത് മോൻസും പി ജെ ജോസഫുമാണുള്ളത്. അപ്പോൾ ജോസഫ് വിഭാഗവും ഇപ്പോൾ ഒന്നിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കേരള കോൺഗ്രസ്സുകാരും അതിന് തയ്യാറാകണമെന്നില്ല. നമുക്കറിയാം, ഒന്നിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെയും ചിലരൊക്കെ മാറി നിൽക്കും. ഒന്നിക്കാൻ വരുന്ന ഉടനെ തന്നെ ചിലത് പിളർന്നും വരാം. ഇപ്പോൾ തന്നെ ജോസ് കെ മാണി വിഭാഗം LDF വിട്ടുവരും എന്ന് ഒരു പിന്നാമ്പുറ വർത്തമാനം കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. കാരണം LDFിൻ്റെ സ്ഥിതി പരിങ്ങല്ലായി തീർന്നിരിക്കുകയാണ്. അടുത്ത ഭരണം UDF ആയിരിക്കും എന്നുള്ളത് കൊണ്ട് ജോസ് കെ മാണി വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഭരണമില്ലാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് UDFിലേക്ക് വരും. UDFിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും ഈ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ നടത്തുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ജോസ് കെ മാണിക്ക് കൊടുക്കാനായിട്ട് തിരുവമ്പാടി സീറ്റ് വരെ ഒഴിയാൻ ലീഗ് തയ്യാറെടുക്കുകയും ചെയ്തു. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണം ആവശ്യമാണ്. പക്ഷേ അവിടുന്ന് ജോസ് കെ മാണി വിഭാഗം ഇറങ്ങിയാലും പിന്നെയും ഒരു വിഭാഗം അവിടെ നിൽക്കും എന്നാണ് അറിയുന്നത്. അതായത് റോഷി അഗസ്റ്റിൻ വിഭാഗം. റോഷി അഗസ്റ്റിൻ പിണറായിയുടെ ഗുഡ് ബുക്കിലാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങാതിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് കേരള കോൺഗ്രസ് വീണ്ടും പിളരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നിക്കാൻ കേരള കോൺഗ്രസ്സുകൾ എല്ലാം കൂടി ഒന്നിക്കാൻ പോകുമ്പോൾ കാണുന്ന ഒരു കാര്യം ഇതായിരിക്കും. പിന്നെയും കേരള കോൺഗ്രസ് പിളരാൻ പോകും. പിന്നെ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ആന്റണി രാജു മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം സെൻട്രലിൽ ആന്റണി രാജുവിന് ഇനി CPM സീറ്റൊന്നും കൊടുക്കത്തില്ല. ആ മണ്ഡലം CPM അങ്ങ് പിടിച്ചെടുക്കും. ആന്റണി രാജുവിന് വേറെ എന്തിലേലും പോയി ചേരാം. അല്ലാതെ തിരുവനന്തപുരം സെൻട്രൽ എന്നല്ല ഒരിടവും കൊടുക്കത്തില്ല. ഇപ്പോൾ ആന്റണി രാജുവിന് കിട്ടാവുന്ന കാര്യങ്ങളൊക്കെ കിട്ടി. ലോട്ടറി അടിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തത്. ഈ സീറ്റ് മന്ത്രിയായി ഒക്കെ ചെയ്തു. അപ്പോൾ പി ജെ ജോസഫ് വിഭാഗം ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞു എന്ന് വിചാരിച്ച് എല്ലാവരും ആ കുടക്കീഴിലേക്ക് വരണമെന്നില്ല. ഇനിയും മാണി വിഭാഗം കൂടി ഇപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ UDFന് ഒന്നുകൂടെ ഒരു ആക്കം കൂട്ടും. സീറ്റ് വിഭജനവും കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടി വരുമെന്നുള്ളതാണ്. ഇപ്പോൾ ജോസഫ് വിഭാഗത്തിൻ്റെ തന്നെ ഇരിങ്ങാലക്കുട സീറ്റ് കോൺഗ്രസ്സുകാർ ഏറ്റെടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അവിടെ കോൺഗ്രസ്സിലെ ഏതെങ്കിലും യുവനിരയിൽ നിന്ന് ശക്തനായിട്ടുള്ള ഒരാളെ ഇറക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം മന്ത്രി ബിന്ദുവിനെ നേരിടാൻ വേണ്ടി, ബിന്ദു അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരായാലും അവരെ നേരിടുന്നതിന് വേണ്ടിയിട്ട്, നേരത്തെ ഉണ്ണിയാടനായിരുന്നു അവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അപ്പോൾ ജോസഫ് വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് അത് ഏറ്റെടുക്കാനാണ് തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. പകരം ഏത് കൊടുക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയൊന്നും ഇതുവരെയും നടന്നിട്ടില്ല. എന്തായാലും ജോസഫ് ഗ്രൂപ്പ് UDFിൽ തന്നെ തുടരുന്നു. ആ സാഹചര്യത്തിൽ തൊടുപുഴയിൽ നിന്ന് പി ജെ ജോസഫിൻ്റെ മകനായിരിക്കും മത്സരിക്കാൻ സാധ്യത. നേതൃപദവിയിലേക്ക് വരികയാണെങ്കിൽ അത് ജോസഫ് വിഭാഗത്തിൽ പിളർപ്പുണ്ടാക്കുകയും ചെയ്യും.